വർഗീയ ശക്തിയുടെയോ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. ഞങ്ങളെ മതനിരപേക്ഷതയുടെ പൂർണ്ണമായ പിന്തുണയാണ് ആഗ്രഹിക്കുന്നത്. അതിനുതകുന്ന നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിലപാടുകളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ കൃത്യതയാർന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കുക, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടന സംരക്ഷിക്കുക, ഇപ്പോൾ നിലനിൽക്കുന്ന പാർലമെന്ററി ജനാധിപത്യം തുടരുന്നതിന് അതിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. ആ സംരക്ഷണം ഉണ്ടാവുക. ഇത്തരം നിലപാടുകൾ രാജ്യത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ തന്നെ സാമ്രാജ്യത്വത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ കാലത്തും രാജ്യത്ത് ഇടതുപക്ഷവും കേരളത്തിൽ LDF-ഉം സ്വീകരിക്കാറുണ്ട്. ഇവിടെ സാമ്രാജ്യത്വത്തിൻ്റെ ആജ്ഞകൾ വിനീത വിധേയരായി അനുസരിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ ഗണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJP-യും നേരത്തെ രാജ്യം ഭരിച്ച കോൺഗ്രസുമാണ്. ഈ രണ്ടു കൂട്ടരും ലോക സാമ്രാജ്യത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ വക്താക്കളായിക്കൊണ്ടാണ് നിലകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യം അംഗീകരിച്ചുള്ള നിലപാടുകളാണ് ഈ രണ്ടു കൂട്ടരും സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ സഖാ ഗോവിന്ദ മാസ്റ്ററോട് പറഞ്ഞ ഇസ്രയേലുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു നമ്മൾ. നമ്മുടെ പാസ്പോർട്ടുകളിൽ ഇസ്രയേലിലേക്ക് പോകാൻ അനുമതിയില്ല എന്ന് നേരത്തെ അടയാളപ്പെടുത്തുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ബന്ധം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൂർണ്ണമായി പാലസ്തീനോടൊപ്പമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടെ യാസർ അറാഫത്ത് കൂടി നിന്നത് അന്നത്തെ ലോകം ഏറ്റവും അധികം ശ്രദ്ധിച്ച കാര്യമായിരുന്നു. ആരാ മാറ്റിയതാ നയം? എന്തുകൊണ്ടാ മാറ്റിയത്? കോൺഗ്രസിന് പിന്നീട് വലിയ തോതിലുള്ള മാറ്റം വന്നു. വലിയ മൂല്യശോഷണം സംഭവിച്ചു. സാമ്രാജ്യത്വത്തിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇന്ത്യ ഗവൺമെന്റ്. ചേരിചേരാ നയം അത് അതിന്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ മൂന്നാം ലോക രാഷ്ട്രങ്ങളാകെ, ലോകത്തിലെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളാകെ ഇന്ത്യയെ വലിയ തോതിൽ അംഗീകരിച്ചത്. വലിയ പിന്തുണ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചത്. നമ്മുടെ സാമ്പത്തിക ശേഷിയോ നമ്മുടെ ആയുധബലമോ ആയിരുന്നില്ല.
ഈ നയത്തിൻ്റെ ഭാഗമായാണ് ലോകമാകെ ഇന്ത്യയുടെ വാക്കുകൾ ശ്രദ്ധിച്ചത്. മെല്ലെ മാറ്റം വന്നു അതിന്. ആ മാറ്റം കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. അമേരിക്കയുടെ സമ്മർദ്ദം, ഇസ്രയേലുമായി ചങ്ങാത്തത്തിലേക്ക് ഏർപ്പെടുന്നു. വലിയ ചങ്ങാത്തം, അവരുമായുള്ള ബന്ധമില്ലായ്മ അവസാനിപ്പിക്കുന്നു. പിന്നീട് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ഇസ്രായേലിലെ സയനിസ്റ്റിന്റെ ഇരട്ട സഹോദരനാണ്. അവർ തമ്മിൽ ആ തരത്തിലുള്ളൊരു ബന്ധമാണ്. കോൺഗ്രസ് തുറന്ന വഴിയിൽ നല്ലതുപോലെ BJP സഞ്ചരിക്കുന്നു. ഇപ്പോ വലിയ തോതിൽ ആയുധം ഇസ്രായേലിൽ നിന്ന് നാം വാങ്ങിക്കൂട്ടുന്നു. അമേരിക്കയുമായി തന്ത്രപരമായ സഖ്യശക്തി എന്ന് നിലവന്നിരിക്കുന്നു. അത് എവിടെ എത്തിക്കും? ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെയുള്ള നിലപാടല്ല ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയങ്ങൾ വന്നപ്പോൾ ഒരു ശങ്കയുമില്ലാതെ ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിക്കാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നാം അപലപിച്ചില്ല. നാം ഇസ്രായേലിനെ എതിർക്കാൻ തയ്യാറായില്ല. ആ പ്രമേയത്തിനോടൊപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചില്ല. ഒരു തവണയല്ല, ഒന്നിലധികം തവണ ഇതേ നിലപാട് നാം കണ്ടു. ഇവിടെ ഇസ്രായേലിന് പരസ്യമായി കൂറ് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെയും നമ്മൾ കണ്ടു. ഇപ്പോ തീർത്തും നെറികെട്ട ഒരാക്രമണമാണ് ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിനെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ലോക പോലീസ് സമിതിയാണ്. ഇതാണ് നേരത്തെ അമേരിക്ക ചെയ്തത്. അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളതുകൊണ്ട് എന്തും കാണിക്കാം എന്ന നിലയിലേക്ക് ഇസ്രായേൽ എത്തുന്നു. അങ്ങനെയാണ് ആക്രമണം. അവിടെ നിഷ്ഠുരമായ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. എല്ലാം സാധാരണഗതിയിൽ രാഷ്ട്രങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തേ അത്തരമൊരു നിലപാടിനെ, അത്തരമൊരു ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നില്ല? ഇതാണ് പ്രശ്നം. നമ്മുടെ രാജ്യം ശക്തമായ നിലപാടെടുക്കണ്ടേ? ഇസ്രായേലിനോട് ഈ രീതിയിൽ ആക്രമണം നടത്ത ഇസ്രായേലിനോട് സാധാരണഗതിയുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തണ്ടേ? പൊതുവാചകങ്ങളാണോ പറയേണ്ടത്? അക്രമിയെ അക്രമിയായി കാണണ്ടേ? ആ അക്രമിയെ തള്ളിപ്പറയാൻ തയ്യാറാകണ്ടേ? അപ്പോഴാണ് ഇസ്രായേലിനോടുള്ള ബന്ധം,
ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന അമേരിക്കയുമായുള്ള ബന്ധം, ഇതെല്ലാം കൂടി ചേർന്നല്ലേ ഇത്തരം കാര്യങ്ങളിൽ ആദ്യം ഞാൻ പറഞ്ഞു വന്നത് നിലപാടിന്റെ കാര്യമാണ്. തെളിമയാർന്ന നിലപാടാണ് LDF എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഘട്ടത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. രാജ്യവ്യാപകമായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് അതാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം വന്നപ്പോ നമ്മൾ കണ്ടില്ലേ, ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെ ശക്തമായ പ്രതികരണമാണല്ലോ നമ്മുടെ രാജ്യ തലസ്ഥാനത്തടക്കം നടത്തിയത്. ഇടതുപക്ഷത്തിന് ഇതിന് പ്രയാസം ഉണ്ടായില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ വലിയൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. രാജ്യത്ത് എവിടെയാ അവര് ഈ പറയുന്ന ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറായത്? എന്തേ ഇവിടെ ചിലയിടത്ത് നടത്തിയത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ നടത്തിയുണ്ട്. അതെപ്പോഴാ? അവിടുത്തെ ചില കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ നടത്തിയത്. നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രതികരണത്തിന്റെ കൂടെ വന്നു. അതല്ലേ ഉണ്ടായത്? അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ നിലപാടുകൾ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും മുന്നിൽ തുറന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള എല്ലാ അക്രമങ്ങളെയും തള്ളിപ്പറയുന്ന, തെറ്റിനെ തെറ്റായി കാണുന്ന, സാമ്രാജ്യത്വം കാണിക്കുന്ന കൊടും ക്രൂരതകൾ എല്ലാ ഘട്ടത്തിലും തുറന്നു കാണിക്കുന്ന, അതിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ തയ്യാറാക്കുന്ന സമീപനമാണ് ഇടതുപക്ഷവും LDF-ഉം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2016 കേരളത്തിലെ ജനങ്ങൾ LDF-നെ അധികാരത്തിലേറ്റി. അതിൻ്റെ തുടർച്ചയായി 5 വർഷം കഴിഞ്ഞ് 2021 നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതേ ഭരണം, LDF-ന്റെ ഭരണം തുടരട്ടെ എന്ന് ജനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ 2016 മുതലുള്ള 9 വർഷക്കാലം ഞങ്ങൾ കേരളത്തിൽ ഭരണം നിർവഹിക്കുകയാണ്. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ഈ 9 വർഷം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം LDF സർക്കാർ എന്തു ചെയ്തു എന്നത് പരിശോധിക്കാനും വിലയിരുത്താനും കഴിയുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെ ചിലർ പറയുന്നത് നമ്മുടെ കേരളത്തിന് വികസന കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല എന്നാണ്. അത് സാധാരണഗതിയിൽ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത, കേരളത്തിൽ അധിക നാളുകൾ ചെലവഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അങ്ങനെ പറയാനാണ്. നമ്മുടെ കേരളം 2016 നിന്ന് എത്രമാത്രം മുന്നോട്ട് പോയി എന്നത് ആളുകളുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. 2016 മുൻപ്
കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന ഒരു പൊതുബോധമാണ് ഉണ്ടായിരുന്നത്. ആ പൊതുബോധത്തിലാണ് മാറ്റം വന്നത്. അത് കേവലമായ ഒരു മാറ്റമായിരുന്നില്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റമാണ്. നടക്കില്ല എന്ന് അനുഭവത്തിലൂടെ കണ്ട വിവിധ പദ്ധതികൾ 1, 2, 3, 4 എന്ന തരത്തിൽ നടപ്പാകുന്നത് അവർ കാണുന്നു, അവരുടെ അനുഭവത്തിൽ കാണുന്നു. നമ്മുടെ നാടിൻ്റെ റോഡ്, കേരളം വിട്ടാൽ നല്ല റോഡുകളുണ്ട്, കേരളത്തിൽ നല്ല റോഡില്ല. കേരളീയരാണെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റ് പ്രദേശങ്ങളുമായും രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുമായും ബന്ധപ്പെടുന്നവർ. അവിടങ്ങളിലെല്ലാമുള്ള പുരോഗതിയും വളർച്ചയും അവർ കാണുന്നു. നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ നാടിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പരിതപിക്കുന്നു. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ആ നിരാശ ഇപ്പോൾ കേരളീയർക്കുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാവില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ ഏതാനും മാസങ്ങൾ കൊണ്ട് ഏറെക്കുറെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്താൻ പോകും. ഇതൊരു മാറ്റമല്ലേ? റോഡേ വരില്ല എന്ന് കണക്കാക്കിയ സ്ഥലത്ത് 6 വരി പാത വരികയാണല്ലോ. വലിയ മാറ്റമല്ലേ അതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്? ഇപ്പൊ തന്നെ ചിലയിടം പൂർത്തിയായി കഴിഞ്ഞല്ലോ. ഇങ്ങനെയുള്ള ഏതെല്ലാം പദ്ധതികൾ ഇപ്പോൾ 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളം വ്യവസായത്തിന് പറ്റിയൊരു സ്ഥലമല്ല. ഇതാണ് പൊതുവിലുള്ള ധാരണ. ഇവിടെ വ്യവസായം പച്ച പിടിക്കില്ല. പണ്ടേയുള്ള ചില വ്യവസായങ്ങൾ അതങ്ങനെ നിൽക്കുന്നു മാത്രം, പുതുതായിട്ട് വലിയ വ്യവസായങ്ങൾ വന്നില്ല. നമ്മളാണെങ്കിലോ രാജ്യം കണക്കാക്കുന്നുണ്ട് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന സ്റ്റേറ്റുകളെ. അതിൽ നമ്മൾ വളരെ പുറകില്ല. ഇത് കേരളത്തിലൊരു പൊതു സ്വഭാവമായിട്ട് കണക്കാക്കി തീർക്കും. പക്ഷേ LDF അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ ചുമതല നിർവഹിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. ആ ശ്രമം നാടിന് പുരോഗതി ഉണ്ടാക്കലാണ്. ആ പുരോഗതിക്ക് വ്യവസായങ്ങൾ കൂടി വരണം. ആ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടണം. അതിനെന്ത് ചെയ്യണം? അതിവിപുലമായ ആലോചനകളിലേക്ക് ഗവൺമെന്റ് കടന്നു. വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, വ്യവസായികള്, ഉദ്യോഗസ്ഥര്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ടെക്നോക്രാറ്റുകൾ, എന്തിനധികം പറയുന്നു, ഓഡിറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ അടക്കം വിളിച്ച് ചർച്ച ചെയ്തു. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു, അഭിപ്രായങ്ങൾ ഉയർന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ നിയമങ്ങൾ ചിലത് ഭേദഗതി ചെയ്യണം. 2, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം. ഇത് രണ്ടും സർക്കാർ ചെയ്തു. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മുടെ ഒരു മാനസിക ഘടന ഉണ്ടായിരുന്നു. അത് വ്യവസായങ്ങൾ വരുന്നതിന് അനുകൂലമായിരുന്നില്ല. ആ പൊതു മാനസിക ഘടന മാറണമായിരുന്നു. അതിനാവശ്യമായ ബോധവൽക്കരണ കാര്യങ്ങളിലേക്ക് കടന്നു. ഇങ്ങനെയുള്ള തുടർച്ചയായ ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2021 തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ LDF തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചു.
അപ്പോൾ നേരത്തെ നടത്തി വന്ന പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ തന്നെ അതേ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തുടർ ഭരണത്തിന് സാധിച്ചു. അങ്ങനെയാണ് നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെടുത്താൽ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് എന്ന നില നേടുന്നത്. ഇത് യാദൃശ്ചികമായി വീട് കിട്ടിയതല്ല. ബോധപൂർവമായ ഇടപെടൽ അത്തരമൊരു നിലയിലേക്ക് നാടിനെ എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കഠിനമായ ശ്രമങ്ങൾ, അതിൻ്റെ കൂടെ എല്ലാവരും അണിനിരന്നു. അങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്. ഇന്നോ നാം തുടങ്ങിയ പല പദ്ധതികളും രാജ്യത്തെ തന്നെ ഏറ്റവും അധികം പ്രശംസിക്കപ്പെട്ട പദ്ധതിയായി മാറി. നമ്മളൊരു സംരംഭക വർഷം, ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അതിനെ വിളിച്ചത്. നിക്ഷേപ സംഗമം കൊച്ചിയിൽ നമ്മൾ നടത്തി. 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പത്രങ്ങളാണ് ലോകത്തിലെ പ്രധാന കമ്പനികളടക്കം സ്ഥാപനങ്ങളടക്കം വന്ന് ഒപ്പിട്ടത്. അന്ന് 1.5 ഇപ്പോൾ 2 എത്തുകയാണത്. ആ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ടാസ്ക് ഫോഴ്സിനെ അടക്കം രൂപീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.